friends, welcome to my channel. This is Deepthi from Dake. Renaissance is important for your examination, and the word Renaissance is of French origin, which means rebirth. Okay, ഇപ്പോൾ Renaissance എന്ന് പറയുന്ന വേർഡ് ഫ്രഞ്ച് ഒറിജിനാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ? റീബർത്ത് എന്ന്. ഓക്കെ, ആക്ച്വലി Renaissance യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ റിവൈവൽ ഓഫ് ലേണിംഗ് ഇൻ യൂറോപ്പ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ക്ലാസിക്സ്. അപ്പം ഗ്രീക്ക് ലാറ്റിൻ ക്ലാസിക്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് യൂറോപ്പിൽ ലേണിങ്ങിലുണ്ടായ റിവൈവലിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് Renaissance എന്ന് പറയുന്ന ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. Renaissance began in Italy in the 13th and 14th centuries. 13th 14th centuries ഇറ്റലിയിൽ Renaissance begin ചെയ്യുന്നു, ആൻഡ് ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ യൂറോപ്പ്. അല്ലെ, യൂറോപ്പിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുകയാണ്. ആക്ച്വലി ഈ Renaissance ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിനെ ടർക്സ് ക്യാപ്ചർ ചെയ്യുന്നതാണ് ഇൻ 1453. ആക്ച്വലി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് വിച്ച് വാസ് ദി ട്രഡീഷണൽ ഹോം ഓഫ് ഗ്രീക്ക് സ്കോളേഴ്സ് ആൻഡ് ക്ലാസിക്കൽ ലേണിംഗ്. ഗ്രീക്ക് സ്കോളേഴ്സിൻ്റെയും ക്ലാസിക്കൽ ലേണിങ്ങിൻ്റെയും ട്രഡീഷണൽ ഹോമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിനെ ടർക്സ് കോൺക്വർ ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഗ്രീക്ക് സ്കോളേഴ്സ് എന്ത് ചെയ്യേണ്ടി വരുന്നു? ദേ ഫ്ലീ ടു യൂറോപ്പിലേക്ക് ഫ്ലീ ചെയ്തു. അറ്റ് ദാറ്റ് ടൈം ദേ വെയർ വെൽക്കംഡ് ബൈ ഇറ്റലി അവരെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ അതർ യൂറോപ്യൻ കൺട്രീസൊക്കെ ഈ ഗ്രീക്ക് സ്കോളേഴ്സിനെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗ്രീക്ക് സ്കോളേഴ്സ് യൂറോപ്യൻസിനോട് ഇറ്റാലിയൻസിനോട് ഒരു ഇൻ്റലക്ച്വൽ അവേക്കണിങ് കൊടുക്കുകയാണ്. തിങ്ക് ഫോർ ദംസെൽസ് എന്നുള്ള ഐഡിയ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? തിങ്ക് ചെയ്യാൻ തുടങ്ങി. ബിലീഫ് എന്ന് പറയുന്ന പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു. ഇറ്റ് വാസ് ബോത്ത് എ പീരിയഡ് ഓഫ് റിന്യൂവ്ഡ് സയൻറ്റിഫിക് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലേണിംഗ് ആൻഡ് ഓൾസോ എ ടൈം ഓഫ് ക്രിയേറ്റീവ് ആക്ടിവിറ്റി. ഇപ്പോൾ ക്ലാസിക്കൽ ലേണിങ്ങിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റുമായിരുന്നു, അതുപോലെ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയുടെ ടൈം കൂടെ ആയിരുന്നു ഏതാ? Renaissance എന്ന് പറയുന്നത്. കേട്ടോ, Renaissanceനെ നമുക്ക് എന്തായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം? ആസ് എ ട്രാൻസിഷൻ ഫ്രം ദ ഏജ് ഓഫ് ഫെയ്ത്ത് ടു ദ ഏജ് ഓഫ് റീസൺ. നമ്മളെല്ലാം വിശ്വാസമാണ്, ബിലീഫാണ്, ഫെയ്ത്താണെന്ന് പറയുന്ന ആ ഒരു ഫെയ്ത്തിൽ നിന്നും ഏതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ? റീസണബിളായിട്ട് തിങ്ക് ചെയ്യുന്നതിലേക്കുള്ള ഒരു ട്രാൻസിഷനായിരുന്നു ഏതാ? Renaissance എന്ന് പറയുന്നത്. എല്ലാ പേരിലും ട്രൂത്ത് കണ്ടെത്താനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ബിലീഫാണെന്ന് പറയുന്നത് അത് ബിലീഫാണോ, എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ പീപ്പിളിലുണ്ടാകുന്നു. പീപ്പിൾ എന്തായിട്ട് മാറുന്നു? സ്കെപ്റ്റിക്കലായിട്ട് മാറുന്നു, എല്ലാത്തിനെയും ഡൗട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു. അതുപോലെ ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു. ഓൾഡ് ബിലീഫ്സിനെ, ഈ ബിലീഫ് നല്ലതാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഓൾഡ് ബിലീഫ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത്, ഇറ്റലി വാസ് ദ ക്രാഡിൽ ഓഫ് Renaissance എന്ന് പറയാം. ഇറ്റലിയിൽ തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ടായി, ആർട്ടിൻ്റെ ഫീൽഡിലാവട്ടെ, ലിറ്ററേച്ചറിൻ്റെ ഫീൽഡിലാവട്ടെ. അതുപോലെ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും Renaissance നറിഷ് ചെയ്തത് ഒരു ക്രിറ്റിസിസത്തിൻ്റെ സ്പിരിറ്റായിരുന്നു, എൻക്വയറിയുടെയും സ്പിരിറ്റായിരുന്നു. Renaissance എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസിഷൻ in Europe to the from the medieval to the modern order. മെഡീവിയലിൽ നിന്നും മോഡേണിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ഏതാ? Renaissance എന്ന് പറയുന്നത്. Renaissanceന് ഒരു മെനി സൈഡഡ് മൂവ്മെൻ്റ് എന്ന് പറയാം. കാരണം ആർട്ടിനും ലിറ്ററേച്ചറിലും സയൻസിലും ഒക്കെ റിലീജിയനിലുമൊക്കെ ഒരുപോലെ ഇൻവോൾവ് ചെയ്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു Renaissance. ഓക്കെ, Renaissance മച്ച് ലേറ്റ് ഇൻ ദ 14th centuryയിലാണ് ഇംഗ്ലണ്ടിലേക്ക് Renaissance എന്ത് ചെയ്യുന്നത്? എത്തിച്ചേരുന്നത്. കേട്ടോ, റീച്ച് ചെയ്യുന്നത്. ആൻഡ് ഓക്സ്ഫോർഡ് സ്കോളേഴ്സായിട്ടുള്ള, ഓക്സ്ഫോർഡ് റിഫോമേഴ്സായിട്ടുള്ള ജോൺ കോളറ്റും എറാസ്മസും, ജോൺ കോളറ്റ്, എറാസ്മസ് ഇവരൊക്കെയായിരുന്നു Renaissanceൻ്റെ മേജർ എക്സ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ തോമസ് മോറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു Renaissance സ്പിരിറ്റുള്ളൊരു വർക്കുണ്ട്, യൂട്ടോപ്പിയ എന്ന് പറയുന്ന വർക്ക് ഒരു ഒരു ഐഡിയൽ സ്റ്റേറ്റിനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ചർച്ചിൻ്റെ ഈവിൽ പ്രാക്ടീസസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എറാസ്മസിൻ്റെ ദ പ്രൈസ് ഓഫ് ഫോളി എന്ന് പറയുന്ന വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയതാണ് ദ പ്രൈസ് ഓഫ് ഫോളി. ഓക്കെ, എറാസ്മസ് ചർച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഈ ഒരു വർക്കിലൂടെ. ആൻഡ് Renaissance
ഇംഗ്ലണ്ടിൽ എത്രത്തോളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ അതൊക്കെ തന്നെയായിരുന്നു യൂറോപ്പ് ത്രൂ ഔട്ട് റിനൈസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. പീപ്പിളിൽ എല്ലാവരിലും റിനൈസൻസ് സ്പിരിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും എഡ്യൂക്കേഷനും റീഡിങ്ങിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതുമാത്രമല്ല ഈ റിനൈസൻസ് സ്പിരിറ്റ് ക്ലർജീസിൻ്റെ മൊണോപ്പൊളി എൻഡ് ചെയ്തു. ക്ലർജീസിന് ഒരു അവകാശമുണ്ടായിരുന്നു അല്ലേ, എന്താണ് വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്നത് ആർക്കാണ്? ക്ലർജീസിനാണെന്ന് പറയുന്ന രീതിയിൽ പീപ്പിൾ ഇൻ ജനറൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഏൺഡ് ഫോർ ന്യൂ നോളജ് അല്ലേ, പുതിയ നോളജിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. ആ ടൈമിലാണ് വില്യം കാക്സ്റ്റൺ പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ ബുക്സൊക്കെ ഈസിലി പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ ട്രാൻസ്ലേഷൻ, ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ലേഷനും ഒരുപാട് ചെയ്യാൻ തുടങ്ങി, പോപ്പുലർ ആവാൻ തുടങ്ങി. ഓക്കെ, ഇതൊക്കെയാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലിറ്റററി ഫോംസൊക്കെ ഈ ഒരു പീരീഡിലാണ് ചെയ്യാൻ തുടങ്ങിയത്, ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങിയത്. പ്രോസ് റൈറ്റിങ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും പ്രോസ് റൈറ്റിങ്ങിൽ എസ്സേ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമൊക്കെ ഈ എലിസബത്തൻ പീരീഡിലാണ്. ഓക്കെ, എലിസബത്തൻ പീരീഡിലാണ് ഫ്രാൻസിസ് ബേക്കണിലൂടെ. അത് റിനൈസൻസ് സ്പിരിറ്റുള്ള ഒരു ഏജ്, റിനൈസൻസ് സ്പിരിറ്റ് അതിൻ്റെ ഹൈറ്റിലേക്ക് എത്തിയ ഏജ് ഏതായിരുന്നു? എലിസബത്തൻ ഏജ് ആയിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി വിറ്റ്സ മാർലോയുടെയും കിഡിൻ്റെയും ഒക്കെ റൈറ്റിങ്സിൽ ഇതിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, റിനൈസൻസിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്ന വർക്ക് തന്നെ റിനൈസൻസ് സ്പിരിറ്റിൻ്റെ ഒരു ഇൻകാർണേഷൻ എന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഡ്രാമയൊക്കെ എഴുതാം, അതിലൊക്കെ എന്തിൻ്റെ ഇഫക്റ്റ് ഉണ്ട്? ഈ റിനൈസൻസിൻ്റെ ഇഫക്റ്റ് വരുന്നു. ഓക്കെ, ഇപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്ന ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കായിരുന്നു ഈ റിനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഷോർട്ട് വീഡിയോ ആണ് റിനൈസൻസിനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.